ഹായ്. എന്തുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ പോയില്ല? മനസ്സിലായി. അപ്പൊ നമ്മൾ കണ്ണുകൾ നിന്നോട് സംസാരിക്കും. അതെ, കണ്ണുകൾ സംസാരിച്ച് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് പോകാഞ്ഞത്. കാരണം എൻ്റെ അച്ഛന് തീരെ വയ്യ, നല്ല പനി, ജലദോഷം, അങ്ങനെ കുറെ പ്രശ്നങ്ങളായിട്ട് നിൽക്കുവാണ് ഇപ്പോൾ. അപ്പൊ ഞങ്ങളിപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിച്ച് പുറത്തെ ഞങ്ങളെ പാടത്തെ കടയിൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് പാടം പൂത്ത് നിൽക്കണ കണ്ടിട്ട്? എന്താ പറയാനുള്ളേ? അവിടെ പാടം ഒരുത്തം കിടന്ന് കുരയ്ക്കുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കും. ഇന്നിനാന്ന് ഞങ്ങൾക്കും കൂടി അറിയില്ല. പാടം. ചായ കുടിച്ചോ വൈകുന്നേരത്തെ? വെള്ളപ്പൂവിന്റെ ഇടയിൽ ആ മഞ്ഞപ്പൂവ് കാണുന്നുണ്ട്. വെള്ളപ്പൂവിന്റെ ഇടയിൽ കൂടെ മഞ്ഞപ്പൂ. ആക്ച്വലി ഇപ്പോഴല്ല, നമ്മൾ ഈ രാവിലെ എണീക്കുമ്പോൾ ഒരു സൂര്യപ്രകാശം അടിക്കും. അപ്പോൾ ആ വെള്ളപ്പൂവിന്റെ ഇടയിൽ മഞ്ഞപ്പൂ കാണാൻ നല്ല രസമാണ്. അതിനെ തിളങ്ങുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ആൻഡ് നമ്മളെ മാതാശ്രീ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് അമ്മേ. വൈകുന്നേരത്തെ ചർച്ചയിലൂടെയാണ് സായാഹ്ന സമയങ്ങൾ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ വരുമോ? ഉഷാറല്ലായിരുന്നോ? ഇന്ന് എവിടെയൊക്കെ പോയി? കറങ്ങാൻ പോയി? രണ്ടാൾക്കാരും കൂടി ഹോസ്പിറ്റൽ പോയിട്ട് ഇന്നെ കൂട്ടാതെ നൂൽപുട്ടും ചായയും കഴിച്ചിരിക്കുക. ഇത് കൊറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു ഇന്നെ കൂട്ടാതെ കറങ്ങാൻ പോലൊക്കെ. എന്താപ്പത്? ഇങ്ങനെയോ? അമ്പലത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ല. കാപ്പി ഇല്ലാഞ്ഞിട്ടല്ല, കുടിക്കാൻ തോന്നിയില്ല. വായ്ക്ക് രുചിയാണ്. അയ്യായിരുന്നു. ഇത് ശരിയല്ല കേട്ടോ. അമ്മന്റെ കയ്യിൽ എന്തോണ്ടല്ലോ. ഇതെങ്ങനെ കിട്ടിയതാ? നെല്ലിക്കല്ല, നാരങ്ങയും കടുമാങ്ങയും വിറ്റിട്ട്. അപ്പൊ നിങ്ങളോട് പറയാത്തൊരു സംഭവം ഉണ്ട്. ഞാൻ തുടങ്ങി കുറച്ച് ഓഡിയൻസ് ഒക്കെ ആയിക്കോട്ടെ വിചാരിച്ച് പറയാൻ നിൽക്കാണ്. എന്റെ അമ്മയ്ക്കൊരു ബിസിനസ് ഉണ്ട്. എന്താണ് ബിസിനസ്? പറയും, നമുക്കൊരു പ്രൊമോട്ട് ചെയ്യാം. ശ്രീജാസ് ഫുഡ് പ്രൊഡക്റ്റ് എന്നാണ് പേര്. ഞാൻ ഉണ്ടാക്കുന്ന പൊടികള്, കൊണ്ടാട്ടങ്ങള്, അച്ചാറുകൾ, കടുമാങ്ങയാണ് മെയിന്. അല്ല, ഞാൻ ഇതൊന്നും വെച്ചാ ഞാൻ കുടിച്ചതാ. അപ്പോൾ കടുമാങ്ങയാണ് മെയിൻ. അമ്മയുടെ കടുമാങ്ങേന്റെ ഫാൻ ബേസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പച്ചാണെങ്കിൽ അമ്മയുടെ കടുമാങ്ങേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെറുതെ പറയല്ല, കാരണം ഒക്കെ സൂപ്പറാണ്. പക്ഷെ കടുമാങ്ങയ്ക്കുള്ള ഫാൻ ബേസ് ഒരു തന്നെയാണ്. കാരണം എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ഏട്ടന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, ടീച്ചർമാരടക്കം. ഞാൻ സ്കൂളിലേക്കൊക്കെ കടുമാങ്ങ കൊണ്ടാ പോവല്. അത്രയും നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അപ്പൊ ഞാൻ അത് വെറുതെ പറയല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തൂടെ? നമ്പർ കൊടുക്കാം, തരുന്നുണ്ട്. അപ്പോ സംരംഭത്തിന്റെ പേരും കൂടി ഒന്ന് പറയൂ. ശ്രീജാസ് ഫുഡ് പ്രൊഡക്റ്റ്. കണ്ടോ, നമ്മളെ പേരൊന്നും വെക്കൂല. ബാക്കിയുള്ളവരൊക്കെ എന്താ അമ്മമാരിപ്പൊ തുടങ്ങുകയാണെങ്കിൽ കുട്ടികളെ പേരിന് വെക്കുമ്പോ എന്റെ അമ്മ മാത്രം സെൽഫിഷായി അവിടെ ചിന്തിച്ചു. എന്തുകൊണ്ട് സെൽഫിഷായി ചിന്തിച്ചു? അത് ആര്യാസ് എന്ന് ഇടുമ്പോ ആര്യാസ് പ്രൊഡക്ട്സ് വേറെ ഉണ്ട്. പിന്നെ ജ്യോതിശ്രീ ഫുഡ് പ്രൊഡക്ട്സ് ഇടാനായിട്ട് മാച്ച് ആവണില്ല. പിന്നെ വിക്രൂസ് ഇടാൻ അതും സുഖമില്ല. പിന്നെ ഇപ്പൊ ശശീസ് ഇടുമ്പോ അതും രസമില്ല. അപ്പൊ എല്ലാരും പറഞ്ഞു ശ്രീജ ഉണ്ടാക്കണല്ലേ, അത് ശ്രീജാസ് തന്നെയാ നല്ലത്. പേരിനോട് 100% നീതി പുലർത്തുന്ന ഒരു സംഭവമാണ്. കാരണം അമ്മയാണ് ഇതൊക്കെ ചെയ്യല്. ഞാൻ ആ ഏരിയക്ക് കൂടി പോവലില്ല. പിന്നെ എന്നെ സഹായിക്കുന്ന പാവം ശശിയേട്ടനാണ് അല്ലേ? പറയേ. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ വൈകുന്നേര സമയത്തുള്ള ചർച്ചകൾ. അപ്പോൾ പൊതുവെ ഞങ്ങൾ വൈകുന്നേരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെലവഴിക്കല്. സോ അപ്പം ഇനി വേറെ വീഡിയോയിൽ കാണാം. ബൈ. നമസ്കാരമുണ്ടേ. കടുമാങ്ങ കൂട്ടി ഗംഭീരമായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. വളരെ ഗംഭീരമായിട്ടുള്ള അഭിപ്രായം തുറന്ന് പറയുകയാണ്. ഒരു കുഴപ്പമില്ല.